ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ സ്ഥിരമായി കാണുന്ന ചീര ഇനമാണ് ചുവന്ന ചീര. ചീര കൊണ്ടൊരു നാടൻ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തണ്ടോടുകൂടി ഒരു പിടി ചുവന്ന ചീര നന്നായി കഴുകിയെടുത്തതിന് ശേഷം മുറിച്ചു കൊടുക്കാം. ചീരയുടെ തണ്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചീര പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഇലക്കറിയാണ്. ഇലയോടൊപ്പം തന്നെ തണ്ടും പെട്ടെന്ന് വേവിച്ചെടുക്കാനാണ് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. ഇലക്കറികളെല്ലാം ആരോഗ്യത്തിന് അത്യുത്തമമാണ്. പോഷകങ്ങളുടെ കലവറയാണ് ഇലക്കറികൾ അറിയപ്പെടുന്നത് തന്നെ. ഇതിൽ ഏറ്റവും മുൻനിരയിലാണ് ചീരയുടെ സ്ഥാനം. ആകർഷവും പോഷക സമ്പന്നവുമാണ് ചുവന്ന ചീരകൾ. ഇതിലെ ആന്തോസയാനിൻ എന്ന ഘടകമാണ് ഈ ചുവപ്പിന് പിന്നിൽ. തണ്ടുകളൊക്കെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തണ്ടുകൾ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഇലകളാണ്. ഇലകൾ അധികം ചെറുതായി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്പം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ചീരകൾ പെട്ടെന്ന് വെന്തു കിട്ടുന്നതിനാൽ ഇലകൾ ചെറുതായി അരിഞ്ഞു കഴിഞ്ഞാൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കേണ്ടത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരകളേക്കാൾ നല്ലത് കെമിക്കൽസ് ഒന്നും പ്രയോഗിക്കാതെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന ചീരകളാണ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. വെണ്ണീര് മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തെടുക്കുന്ന ചീരകളാണ് ഞാനിവിടെ തോരനുണ്ടാക്കാനായി എടുത്തിട്ടുള്ളത്. ഇലകളെല്ലാം അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചീരകളും ഇതുപോലെ മുറിച്ചെടുക്കാം. തണ്ടുകളെല്ലാം കനം കുറച്ചും ഇലകളെല്ലാം വലുപ്പത്തിലും മുറിച്ചെടുത്തതിന് ശേഷം രണ്ടും മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. തോരനുണ്ടാക്കുന്നതിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞത്, എരിവിനാവശ്യമായി ഒരു വറ്റൽമുളക്, 6-7 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത്. ആദ്യം ഒരു ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും വഴന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചതും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. പിന്നീട് അരിഞ്ഞു വെച്ച ചീരയും കൂടി ചേർത്ത് കൊടുക്കാം. ചീര വേവുന്നതിനായി അധികം വെള്ളം ചേർക്കാൻ പാടില്ല. അല്പം ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി. ചീരയിൽ തന്നെ അധികം ഈർപ്പമുണ്ടാവും. അതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കാണാം, പാത്രത്തിൽ മുഴുവനായും ചീരയുണ്ട്. ഇത് അടച്ച് 5-6 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നത് കാണാം. ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കി കുറവാണെങ്കിൽ അതും കൂടി ചേർക്കാൻ മറക്കരുത്. ഇനി ഇതൊന്ന് അടച്ച് അല്പസമയം കൂടി വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നാരുകൾക്ക് പുറമെ ഇരുമ്പ്, കാൽസ്യം, വൈറ്റമിൻസ് തുടങ്ങിയവയും ചുവന്ന ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ഊണിന് കഴിക്കാവുന്ന നല്ല നാടൻ ചുവന്ന ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചീരയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലുള്ള തോരനുണ്ടാക്കി ഊണിനൊപ്പം കഴിച്ചു നോക്കണം. പോഷക സമ്പന്നമായ ഈ ഒരു തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.